അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത്. ആദിത്യന്റെ വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് നടക്കണം. അതുകൊണ്ട് ഏറ്റവും അടുത്ത് തന്നെ നല്ലൊരു മുഹൂർത്തം കുറിച്ചേരണം. പൂജാരി നല്ലൊരു ജോത്സ്യനും കൂടിയാണല്ലോ. പ്രസാദങ്ങൾ വരുന്നതിന് മുൻപ് ഞാനും ആദ്യേട്ടനും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്താനാ ദുർഗാന്റിയുടെ പ്ലാൻ. ദുർഗാന്റി ഇല്ല, കാത്തിരുന്നാൽ ശരിയാവില്ല. ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് എൻഗേജ്മെന്റ് നടത്തണം. എന്തൊക്കെയാ വേണ്ടതെന്ന് പൂജാരി പറഞ്ഞാ മതി. ഇവിടെ എല്ലാം റെഡിയാക്കി വെക്കാം. അതെ, ദേവമംഗലത്ത് വെച്ച് തന്നെയാ വിവാഹ നിശ്ചയം. സ്വയംവര പൂജയ്ക്ക് വരാതെ മുങ്ങി നടന്നതാ പ്രസാദേട്ടൻ. അതെന്തിനായിരുന്നു എന്ന് നിനക്കറിയില്ലേ? അത് പ്രിയയുടെ കണ്ണിപ്പെടാതെ രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നില്ലേ? അതെ, ആ രക്ഷപ്പെടൽ പ്രസാദേട്ടനെ സംബന്ധിച്ച് മരണത്തിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്. അതെങ്ങനെയാ മരണത്തിൽ നിന്നുള്ള രക്ഷപ്പെടലാവുന്നേ? ആദ്യ ആ സ്വയംവരമാല തുളസിയുടെ കഴുത്തിൽ ചാർത്തുന്ന കാഴ്ച പ്രസാദേട്ടൻ കണ്ടിരുന്നെങ്കിൽ അപ്പ തന്നെ നെഞ്ചു തകർന്ന് അവിടെ വീണേനെ. അത് ശരിയാ. കല്യാണത്തിന് പകരം അവിടെ ചാവടിയന്തരം നടന്നേനെ. അല്ല, പ്രസാദ് സാറിനെ ദൈവം രക്ഷിച്ചു. എത്രയും പെട്ടെന്ന് ആദിയുടെ വിവാഹ നിശ്ചയം നടത്താൻ ഞാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാ. അല്ല, എന്നാലും സാറിനോട് ചോദിക്കാതെ എങ്ങനെയാ? പ്രസാദേട്ടന് അത്യാവശ്യമായിട്ട് എവിടെയോ പോയിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. എന്ന് തിരിച്ചു വരുമെന്നും പറഞ്ഞിട്ടില്ല. അത്രയും ദിവസം കാത്തിരിക്കാൻ പറ്റില്ല. ഒന്ന് ഫോൺ ചെയ്ത് അഭിപ്രായം ചോദിക്കുന്നത് നന്നായിരിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ ചേച്ചി വെറുതെ സാറിന് ദേഷ്യം പിടിപ്പിക്കുന്ന? സ്വന്തം മകന്റെ വിവാഹം നിശ്ചയിക്കുന്ന വിവരം അച്ഛൻ അറിയണ്ടേ? നീ നോക്കിക്കോ, പ്രസാദേട്ടനോട് പറയാതെ ഞാൻ നടത്തുന്ന ആദിയുടെ വിവാഹ നിശ്ചയം. അതറിയുമ്പോ പ്രസാദേട്ടൻ സന്തോഷിക്കും. സന്തോഷിക്കാനോ? ആ, അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. എന്താ നിന്റെ അഭിപ്രായം? ഞാൻ ആ സമയത്ത് ക്ഷേത്രത്തിലുണ്ടായിരുന്നില്ലല്ലോ. ദുർഗേച്ചിയുടെ മുഖലക്ഷണം വെച്ചിട്ട് ദുർഗേച്ചി എന്ത് തീരുമാനമെടുക്കും? പരദേവതകളുടെ താല്പര്യം ആദ്യ തുളസിയെ കെട്ടണം എന്നായ സ്ഥിതിക്ക് പരദേവതകളുടെ ഇഷ്ടമൊക്കെ പ്രസയും ദുർഗേച്ചിയും കാറ്റിൽ പറത്തിക്കളയെന്ന് അറിയാലോ. അതാ എന്റെ പേടി. ഈ കാര്യത്തിൽ അവസാനത്തെ തീരുമാനം എപ്പോഴും ദുർഗേച്ചിയുടേതായിരിക്കും. ദുർഗേച്ചി എന്ത് തീരുമാനിക്കുന്നോ അതേ നടക്കൂ. ദുർഗേച്ചി നമ്മുടെ പക്ഷം ചേരുമെന്ന് തന്നെ തീരുമാനിക്കാം. പക്ഷേ പ്രസ, ആദ്യം തുളസിയും തമ്മിൽ അകറ്റാനാണ് പ്രസ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥിതിക്ക് ഈ വിവാഹത്തിന് പ്രസ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുടുംബക്ഷേത്രത്തിലെ പരദേവതകളുടെ തീരുമാനമാണ് സ്വയംവര പൂജയിൽ തെളിഞ്ഞിരിക്കുന്നത്. ആദ്യമോൻ തുളസിമോളുടെ കഴുത്തിൽ സ്വയംവരമാല ചാർത്തിയ സ്ഥിതിക്ക് അവിടെ അവരുടെ വിവാഹം നടന്നു കഴിഞ്ഞു എന്ന പ്രമാണം. ക്ഷേത്രനടയിൽ നിന്ന് ഒരു സ്ത്രീ ആ കാര്യം വിളിച്ചു പറയുകയും ചെയ്തു. അത് കേട്ടപ്പോ ദുർഗേച്ചിയുടെ മുഖം കാർമേഘം പോലെ ഇരുണ്ടെന്ന് നീ പറഞ്ഞല്ലോ. അതെ, ദുർഗേച്ചിയുടെ മാത്രമല്ല, മംഗളപ്പച്ചിയിൽ ഒരു ഇടിമിന്നലും പ്രത്യക്ഷപ്പെട്ടു. ആ സ്ഥിതിക്ക് ഒരു കൊടുങ്കാറ്റും കോളും പ്രതീക്ഷിക്കാം. തീർച്ചയായും. അവര് പ്രതീക്ഷിച്ചത് ആദിമോൻ ആതിരയുടെ കഴുത്തിൽ സ്വയംവരമാല അണിയിക്കുമെന്നാവും. അതുണ്ടായില്ല. ദേവകൽപ്പന മാനിക്കാതെ തരയില്ലല്ലോ. പ്രസ സ്ഥലത്തില്ലാത്ത സ്ഥിതിക്ക് തീരുമാനങ്ങൾക്ക് ഇനിയും സമയമെടുക്കും. ദുർഗേച്ചി സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ വഴിയില്ല. സ്വയംവര പൂജ കഴിഞ്ഞ സ്ഥിതിക്ക് വിവാഹം നിശ്ചയിക്കണമല്ലോ. അതിന് താമസം ഉണ്ടാവാൻ പാടില്ല. ദുർഗേച്ചി തന്നെ കല്യാണം നിശ്ചയിക്കും. പ്രസ ഇല്ലാതെയോ? അതിനാ സാധ്യത. അപ്പോ ദുർഗേച്ചിയുടെ തീരുമാനം ഒരിക്കലും നമുക്ക് അനുകൂലമാവില്ല. പ്രസയുടെ തീരുമാനവും നമുക്ക് അനുകൂലമാവില്ല. എന്താ ഇവിടെ ഒരു ചർച്ച? ദുർഗേച്ചി തുളസിയുടെ വീട്ടിൽ പോയതല്ലേ? അതെ. ആദ്യം അറിയേണ്ടത് അവളല്ലേ. അല്ലാതെ പണ്ടത്തെ പെൺകുട്ടികളെ പോലെ
വീട്ടുകാര് വിവാഹത്തിന്റെ ക്ഷണക്കത്ത് അച്ചടിക്കുമ്പോഴല്ല ഒരു പെൺകുട്ടി അവളുടെ വിവാഹക്കാരും അറിയുന്നത്. അമ്മ അതങ്ങ് തീരുമാനിച്ചു. എത്ര കാലമെന്ന് വെച്ചാ നീയും തുളസിയും കാത്തിരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ വിവാഹ നിശ്ചയം അതും ഈ വീട്ടിൽ വെച്ച് തന്നെ നമുക്കങ്ങ് നടത്താം. ദുർഗാന്റെ അത് ശരിയാവില്ല. ആദ്യമായിട്ട് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്നോ? അമ്മേ, അമ്മ പറയുന്നത് സത്യമാണോ? ആ, ആന്റി, പ്രസാദ് അങ്ങൾ ഇവിടെ ഇല്ലാതെ ആന്റി എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നേ? ആദ്യേട്ടനെ എന്നെയല്ല മാരി ചെയ്യാൻ പോകുന്നേ. ഇതെന്താ എല്ലാം ഒരുവിധം കരക്കെടുപ്പിക്കാൻ നോക്കുമ്പോ നിന്റെ മനസ്സ് മാറിയോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ സ്ഥലത്തില്ലാതെ അമ്മ ഒറ്റയ്ക്ക്. ചില കാര്യങ്ങൾ ഉടനെ തന്നെ നടത്തണം. അതിനുവേണ്ടി ആരെയും കാത്തിരിക്കാൻ പാടില്ല. അത് അച്ഛനായാലും ഭർത്താവായാലും. പ്രസാദ് അങ്ങളെ സമ്മതിക്കില്ല. എല്ലാം അച്ഛനറിയാം. കുടുംബ പരദേവതകള് നിന്നെയും തുളസിയെ അനുഗ്രഹിച്ചു കഴിഞ്ഞതല്ലേ. ആ സ്ഥിതിക്ക് ആർക്കും ആ വിധിയെ മാറ്റാൻ കഴിയില്ല. അച്ഛൻ വിചാരിച്ചാ പോലും നിന്റെ ആഗ്രഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അമ്മ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും ഈ പറഞ്ഞൊക്കെ സത്യമാണെന്ന്. സ്വന്തം മകന്റെ വിവാഹകാര്യത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരമ്മ കള്ളം പറയോ? ചിലപ്പോ കള്ളം പറഞ്ഞു എന്നിരിക്കും. എന്നാ ദുർഗാന്റെ ആദ്യേട്ടനെ തല കൈവച്ച് സത്യം ചെയ്യും. എങ്കിലും മാത്രമേ ഞങ്ങൾ ഇത് വിശ്വസിക്കൂ. അമ്മയെ വിശ്വാസമില്ലാത്തവനാണോ നീ? എനിക്ക് വിശ്വാസമാണ്. ദുർഗാന്റെ എന്നെ എന്റെ തല കൈവച്ച് സത്യം ചെയ്യും. ആദ്യേട്ടനും തുളസിയും തമ്മിലുള്ള എൻഗേജ്മെന്റ് നടത്താൻ തീരുമാനിച്ച സത്യമാണെന്ന്. അപ്പൊ നിനക്കാണ് എന്നെ വിശ്വാസമില്ലാത്തത്. ആദ്യക്ക് എത്ര പെട്ടെന്ന് എന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായത്? എനിക്ക് വിശ്വാസമാണ്. എനിക്കും ആന്റിയെ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ടാണോ കൈ തലയിൽ വെച്ച് സത്യം ചെയ്യാൻ പറഞ്ഞത്? എന്നാലും ദുർഗാന്റെ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിന്നോട് ഇങ്ങനെ ചെയ്യണമെന്ന് ഞാനും കരുതിയതല്ല. എല്ലാം ക്ഷമിക്കാൻ പറയാൻ എനിക്കിപ്പോ പറ്റൂ. എന്താ ആലോചിക്കുന്നത്? കൊറേ നേരം ആയല്ലോ ഒന്നും മിണ്ടാതെ സ്വപ്നലോകത്ത്. സ്വപ്നമാണോ ഇല്ല എന്ന് എനിക്ക് സംശയമില്ലാതില്ല. എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. എന്തേ? അല്ല, കണ്ണു കെട്ടിയിട്ടും നീ കൃത്യമായിട്ട് എങ്ങനെ എന്റെ കഴുത്തിൽ മാല കെട്ടിയേ? അതൊന്നും എന്റെ കഴിവല്ല. പിന്നെ എല്ലാം ദേവി നിശ്ചയിച്ചതാ. ആ ക്രെഡിറ്റ് ദേവിക്ക് കൊടുക്കാതെ നീ പറയടാ. നീ ആ കെട്ടിനുള്ളിലൂടെ ഒളിഞ്ഞു നോക്കിയിരുന്നില്ലേ? ഓടി ഓടണം. ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. കള്ളം. പണ്ടേ കണ്ണു കെട്ടി കളിക്കുമ്പോ നിനക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നതാ. സത്യമായിട്ട് ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ദേവമംഗലത്ത് നിന്നും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുമ്പോ മുത്തശ്ശി പറഞ്ഞിരുന്നു, ഞാൻ ആതിരെ കല്യാണം കഴിക്കണോ അതോ നിന്നെ കല്യാണം കഴിക്കണോ എന്ന് കുടുംബ പരദേവത തീരുമാനിക്കുന്നു. നമ്മുടെ ക്ഷേത്രത്തിലെ ദേവിക്കും സ്വയംവര പൂജയ്ക്കും ഇത്രയും ശക്തി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ആ, ലക്ഷ്യം മാറിയിരുന്നെങ്കിലേ നീ ആ മാല ആതിരെ അണിയിച്ചേനെ. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആവുമായിരുന്നു. ആഹാ, ഞാൻ നിന്റെ കഴുത്തിൽ മാലയിട്ട സ്ഥിതിക്ക് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആവുമെന്ന്. പോടാ. അതുപോലെയാണോ ആതിര? നിന്റെ അച്ഛനും ദുർഗാമ്മയും നിങ്ങളുടെ വിവാഹം അപ്പോ അവിടെ വെച്ച് തന്നെ നടത്തിയനെ. അവരുടെ രണ്ടുപേരുടെ ആഗ്രഹം ആതിരയല്ലേ? ആ, ഇനി എന്റെ കഴുത്തിൽ മാല ഇട്ടതിന്റെ പേരിൽ എന്തൊക്കെയാ ഉണ്ടാവാൻ പോകുന്നതെന്ന് ആർക്കറിയാം? ഒന്നും ഉണ്ടാവില്ല. അമ്മേ നമ്മുടെ കൂടെയുണ്ട്. ഇനി അഥവാ ഇല്ലെങ്കിലും എനിക്ക് നിന്നെ വേണം. അല്ലാതെ മറ്റൊരാളെ ഞാൻ കല്യാണം കഴിക്കില്ല. അത്തരം കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വരട്ടെ. നമുക്ക് നോക്കാം എവിടേക്ക് ഈ സ്വയംവരത്തിന്റെ പോക്കെന്ന്. നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. എല്ലാം നമ്മൾ വിചാരിച്ചിടത്തേക്ക് തന്നെ എത്തും. അല്ലെങ്കിൽ എത്തിക്കും ഞാൻ. ധീരതയൊക്കെ കൊള്ളാം. എന്തായാലും ഞാൻ വീട്ടിൽ പോയി ഇന്നത്തെ സ്വയംവര പൂജ മനസ്സുകൊണ്ട് ഒന്നുകൂടി റിവേഴ്സ് അടിച്ച് കാണട്ടെ. എന്തെങ്കിലും എവിടെയെങ്കിലും ഫോൾട്ട് ഉണ്ടോന്ന് നോക്കണല്ലോ. ഞാനും നോക്കട്ടെ. ഇവിടെ ഇരുന്ന് അധികം നോക്കണ്ട, വീട്ടിൽ പോയി നോക്ക്. എഴുന്നേക്ക്. പെട്ടെന്നുള്ള ഈ വിവാഹ നിശ്ചയം ഇതുപോലെ തന്നെ ആവോ വിവാഹവും? ആണെങ്കിൽ എന്താ, എത്രയും പെട്ടെന്ന് ആദ്യം തുളസിയും തമ്മിൽ ഒന്നിക്കുമല്ലോ. അതിനിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ടെൻഷൻ അടിക്കണ്ടേ? വിവാഹം നടക്കുന്ന പെൺകുട്ടിയുടെ അച്ഛന് ചില കടപ്പാടുകളൊക്കെ ഉണ്ട്.
എന്താണാവോ ഈ അച്ഛന്റെ കടപ്പാട്? ആഭരണങ്ങൾ എടുക്കണം, ഡ്രസ് എടുക്കണം, എല്ലാരും ക്ഷണിക്കണം. ആ, അല്ല, സ്ത്രീധനത്തിന്റെ കാര്യമൊന്നും സംസാരിച്ച് കേട്ടില്ലല്ലോ. ഞാൻ തമാശ പറയുന്നതല്ല. ദുർഗേച്ചിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാ. സ്വന്തമായി ആലോചിക്കും, പെട്ടെന്ന് തന്നെ അത് പ്രാവർത്തികമാക്കും. അങ്ങനെ സ്വന്തമായി തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമല്ലല്ലോ ഇത്. അത് ശരിയാ. നമ്മളെന്തായാലും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. വിവാഹ നിശ്ചയം നടത്തുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ എപ്പോ വേണമെങ്കിലും തീരുമാനം മാറ്റിവെച്ചു എന്ന് പറയാനും മടിക്കില്ല ദുർഗേച്ചി. തോൽവി അംഗീകരിച്ചു തരാൻ സമ്മതിക്കില്ലല്ലോ. മംഗല്യ പൂജയ്ക്ക് സംഭവിച്ച തോൽവിയാണ് ഇതിനൊക്കെ കാരണം. ജയം ദുർഗേച്ചിയുടെ ഭാഗത്ത് തന്നെ ആയിരുന്നു എന്ന് കാണിക്കാനുള്ള ഒരു തത്രപ്പാട്. അല്ലാതെ എന്താ പറയുക? തുളസിമോളുടെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്കൊരു പേടി. അവളുടെ ജീവിതം ഒരു പരീക്ഷണമായി പോവോ ജയേട്ടാ? നിന്നെ ഓർത്താണ് തുളസിക്ക് പേടി. അവളിപ്പോ ക്ഷേത്രത്തിൽ പോയിരിക്കുന്ന പോലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വഴിപാട് കഴിപ്പിക്കാനും വേണ്ടിയാ. എന്നെ ഓർത്ത് എന്തിനാ ടെൻഷൻ? നല്ല ആളാ. എന്തെങ്കിലും ചെറിയ കാര്യം മതി നെഞ്ചുവേദന വരാൻ. ഈ പറയുന്ന ധൈര്യമൊന്നും അപ്പ കാണില്ല. ശരിയാ ജയേട്ടാ. എത്ര പിടിച്ചു നിൽക്കാൻ നോക്കിയാലും എന്നെ കൊണ്ട് ഇപ്പോഴത് പറ്റാതായിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് തല പുണ്ണാക്കണ്ട. ദുർഗേച്ചിയുടെ തീരുമാനം നല്ല തീരുമാനമാണ്. നമ്മുടെ ആദിമോനും തുളസിയുമായുള്ള വിവാഹ നിശ്ചയമാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ ആലോചിച്ച് ഹാപ്പി ആയിരിക്കണം. എന്താ, പറ്റില്ലേ? എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ട്വിസ്റ്റ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതെ, നിങ്ങളുടെ വിവാഹം എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒളിച്ചോട്ടത്തിലേക്ക് കലാശിക്കോളെന്ന് ഞങ്ങൾ കരുതിയിരുന്നത്. ഓ പിന്നെ ആ ഒളിച്ചോടാനിങ്ങ് വാ. നീ പേടിക്കേണ്ട തുളസി, ആദിക്ക് അതിനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അവൻ നിന്നെ കൊണ്ട് ഒളിച്ചോടാനൊന്നും പോകുന്നില്ല. ഓടാർന്നു. നീ അവനെയും കൊണ്ട് ഒളിച്ചോടാതിരുന്നാ മതി. ഡാ, ഈ കഥയിലെ അമ്മ തന്നെയാണ് താരം. അതെ, ദുർഗമ്മയുടെ മനസ്സ് മാറിയതില് ശരിക്കും അത്ഭുതം തോന്നുക. ദുർഗാമ്മ ഇനി മറ്റെന്തെങ്കിലും പ്ലാൻ മനസ്സിൽ കണ്ട് കാണൂ? ഒരിക്കലുമല്ല. അച്ഛൻ ഞങ്ങളുടെ കല്യാണത്തിനെ സമ്മതിക്കില്ല എന്ന് തോന്നിയതുകൊണ്ടാവും പെട്ടെന്ന് തന്നെ അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ സ്വയംവര പൂജയ്ക്ക് ഇവനെല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞില്ലേ? അതെ അതെ, എന്തായാലും സംഭവം കളറായിട്ടുണ്ട്. ഇനി ഇവരുടെ കല്യാണ നിശ്ചയം ഉറപ്പായതിന്റെ പേരിൽ ഒരു പാർട്ടി കൂടി അറേഞ്ച് ചെയ്യാം, അല്ലടാ? ആ, ദേ, ഇനി കല്യാണം കഴിയാതെ ഇതിന്റെ പേരിൽ ഒരു പാർട്ടിയില്ല, പതാകയുമില്ല. ആ, നമുക്കേ പെട്ടെന്ന് സ്ഥലം കാലിയാക്കാം. ഇനി ഇവിടെ നിന്നാ ഇവന്മാര് നിന്നെ വഴിതെറ്റിക്കും. നീ വണ്ടി നീ എടുക്കും. വെക്കും, ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാം. ഹലോ, അത് പറ്റില്ല, വാ പോവാം. എടി, ഞാൻ പിന്നെ വരാന്ന്. ചെല്ലു ചെല്ലു, വേഗം ചെല്ലു. ഇപ്പൊ തന്നെ വരണം. നടക്ക്, നടക്ക്. ബൈ. ശരി. നിനക്ക് ഇത് തന്നെ വേണോടാ? ആ, നമുക്കേ പിന്നെ കാണാം. ചെല്ലു ചെല്ലു. കല്യാണ നിശ്ചയത്തിന് മുമ്പ് തന്നെ ഇവള് നിന്നെ പൂട്ടി കെട്ടിയല്ലേ? ഓടാ. എന്നാലും തുളസി, ചെല്ലു. ശരി, ബൈ. ആ ബൈ. ആ പോക്ക് കണ്ടിട്ട് കൊതിയാവുന്നടാ. കൊതിച്ചിട്ടൊന്നും കാര്യമില്ലടാ. ആദ്യം തുളസിയും ഒരു പ്രത്യേക ജന്മം. ശരിയാ, നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കി വെക്കും. വെട്ടി തിളങ്ങട്ടെ. ബാക്കിയുള്ളവരുടെ നെഞ്ചത്ത് കത്തിച്ചു വെക്കാനുള്ളതല്ലേ. മംഗളപ്പച്ചി ലേറ്റായോ? ഞാൻ എപ്പോ വന്നാലെന്താ? ഇവിടെ നടക്കാൻ പോകുന്നത് എന്റെ കൊച്ചുമോളുടെ എൻഗേജ്മെന്റ് ഒന്നും അല്ലല്ലോ. അപ്പച്ചി കയറി വാ. മംഗളെ ക്ഷണിച്ചു കയറ്റാൻ വേലക്കാരി ചുലു. ഇപ്പോഴേ ഇതാണ് അവസ്ഥയെങ്കിൽ ആദ്യം തുളസിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ എനിക്കിവിടെ ഒരു പട്ടിയുടെ വില പോലും കാണില്ല. ദുർഗേച്ചി അകത്തെന്തോ തിരക്കില്ല. മംഗളപ്പച്ചി വന്നത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അവളെന്നെ കാണില്ലല്ലോ. കണ്ടിരുന്നെങ്കിൽ എനിക്ക് തന്ന വാക്കുമാറ്റി അവൾ ആദിയെ കൊണ്ട് തുളസിയെ വിവാഹം കഴിപ്പിക്കാൻ തത്രപ്പെടില്ലായിരുന്നു. അത് അല്ല, അല്ലെങ്കിൽ നിന്നോട് ഞാനതിന് പരിതപിക്കുന്നു. എന്തായാലും ദുർഗ എന്നെ ചതിക്കില്ലെന്ന് തന്നെയാ ഞാൻ ഇപ്പോഴും കരുതുന്നത്. പിന്നല്ലാതെ വിവാഹ നിശ്ചയം നടത്താനുള്ള പൂജാരിമാരൊക്കെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഇവിടെ എത്തും. അപ്പോഴേക്കും തുളസിയെ റെഡിയാക്കി നിർത്തേണ്ടതല്ലേ? അതിനവിടെ ആന്റി ഇല്ലേ? വയ്യാത്ത ആന്റിയെ കൊണ്ട് എല്ലാം കൂടെ ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ. ഞാനും എന്തെങ്കിലും പോയി ഹെൽപ്പ് ചെയ്തിട്ട് വരാം. ആ പിന്നെ നീയും വേഗം റെഡിയാവാൻ നോക്ക്. നിന്റെ ഇരിപ്പും ഭാവവും കണ്ട വിവാഹ നിശ്ചയം വേറെ ആരുടെയെങ്കിലും ആണെന്ന് തോന്നുമല്ലോ. ദുർഗേച്ചി എവിടേക്കാ? ഞാനേ തുളസിയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അവിടുത്തെ കാര്യങ്ങൾ എവിടം വരെ ആയെന്നൊന്ന് അറിയണമല്ലോ. അതിന് ഫോൺ ചെയ്ത് ചോദിച്ചാ പോരെ? പോരാ,
എനിക്ക് അവിടെ ചെന്ന് തുളസിയെ നേരിട്ട് കണ്ടാലേ തൃപ്തിയാവും. ഈ ദുർഗേച്ചിയുടെ ഒരു കാര്യം സ്നേഹിച്ച നക്കിക്കൊല്ലോന്ന് പറഞ്ഞതുപോലെയാ. നിന്റെയും തുളസിയുടെയും പ്രാർത്ഥന ദൈവം കേട്ടു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, തുളസിക്ക് നിന്നോടുള്ളത് യഥാർത്ഥ സ്നേഹമാണെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും നിങ്ങൾ ഒരുമിക്കുമെന്ന്. ഇന്ന് വിവാഹ നിശ്ചയമല്ലേ ആയിട്ടുള്ളൂ. വിവാഹത്തിന് ഇനിയും സമയമെടുക്കും. അതിനിടയില് അച്ഛന്റെ മനസ്സ് മാറാതിരുന്നാ മതിയായിരുന്നു. ഇനി ആരുടെ മനസ്സ് മാറില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോഴേക്കും നീയും തുളസിയുമായുള്ള വിവാഹം നിശ്ചയമായില്ലേ? അതേപോലൊരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ വിവാഹം നടക്കും. അച്ഛൻ അറിഞ്ഞുകൊണ്ടാണോ അമ്മ ഇതെല്ലാം നടത്തുന്നുള്ള പേടി ഇപ്പോഴും എനിക്കുണ്ട്. പിന്നല്ലാതെ പ്രസാദ് സാറിനെ അറിയിക്കാതെ ദുർഗേജിക്ക് തനിയെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? എല്ലാം നിന്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് തന്നെയാവും ദുർഗേജി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് അച്ഛൻ എവിടെ പോയി? ഇന്ന് വിവാഹ നിശ്ചയം നടക്കുന്ന കാര്യം അറിയാമെങ്കിൽ അച്ഛൻ രാവിലെ തന്നെ ഇവിടെ എത്തേണ്ടതല്ലേ? അതൊക്കെ അതിന്റെ സമയമാവുമ്പോ എത്തിക്കോളും. നീ ധൈര്യമായിട്ടിരിക്കേ. ഇത്രയും നാളും എന്നെയും തുളസിയെയും എതിർത്ത് നടന്ന ആളാണ് അച്ഛൻ. ഒരു കാരണവശാലും ഞങ്ങളുടെ വിവാഹം നടക്കാൻ സമ്മതിക്കില്ല എന്ന് വാശി പിടിച്ചിട്ട് എനിക്ക് തോന്നുന്നത് അച്ഛൻ ഞങ്ങളെ എതിർക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് അച്ഛൻ അറിയാതെ അച്ഛൻ വരുന്നതിന് മുൻപ് അമ്മ ഞങ്ങളുടെ വിവാഹ നിശ്ചയം നടത്തുന്നു എന്നാണ്. അത്രയ്ക്കുള്ള ധൈര്യമൊന്നും നിന്റെ അമ്മയ്ക്കില്ല. പ്രസാദ് സാറിന്റെ അറിവോടെ തന്നെയാ എല്ലാം നടക്കുന്നത്. എനിക്കറിയാവുന്നതല്ലേ എല്ലാം. എങ്കിൽ അച്ഛൻ വരാതെ എങ്ങനെ എൻഗേജ്മെന്റ് നടക്കും? നീ ടെൻഷൻ അടിക്കാതെ മോനെ. വിവാഹ നിശ്ചയത്തിന് ഇനിയും കുറെ സമയമുണ്ടല്ലോ. അതിനു മുമ്പേ പ്രസാദ് സാർ ഇങ്ങെത്തും. അവിടുത്തെ ഒരുക്കങ്ങളെല്ലാം എവിടം വരായെന്ന് ആർക്കറിയാം? അമ്മ അവിടേക്ക് പോയിട്ടുണ്ടല്ലോ. ദുർഗേച്ചിന്ന് അവിടെ ഇവിടെ ഓടി ഓടി ക്ഷീണിക്കും. പ്രസാദ് സാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എല്ലാ ഭാരവും ദുർഗേച്ചിയുടെ തലയിൽ തന്നെയാ. പാവം. നീ റെഡിയാവ. എന്തേത്? എൻഗേജ്മെന്റോ കല്യാണോ? അതെ, മുല്ലപ്പൂവും അതിന്റെ മണവും ഒക്കെ ഒരു പെണ്ണിനെ കല്യാണ പെണ്ണാക്കി മാറ്റുന്നു. അവിടെ ചെന്ന ഉടനെ മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങാൻ മറക്കണ്ട. അയ്യോ, മുത്തശ്ശിയുടെ മാത്രമല്ല, ദുർഗാമ്മയുടെ അനുഗ്രഹം വാങ്ങണം. അപ്പോ മാമന്റെ അനുഗ്രഹം വേണ്ടേ? അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ആഹാ, റെഡിയായോ? വെറുതെ അല്ല ആദ്യം നിന്നെ വിടാതെ പിന്തുടർന്നത്. ആര് കണ്ടാലും മോഹിച്ചു പോവും. പ്രിയെ, കുറച്ച് ഉപ്പും മുളകും ഒഴിഞ്ഞ് അടുപ്പിലിട്ടോളൂ. അല്ലെങ്കിൽ എൻഗേജ്മെന്റിന് വരുന്നവര് എന്റെ മരുമകളെ കണ്ണുവെക്കും. അല്ല, ദുർഗേച്ചി എന്താ ഇപ്പോ ഇവിടെ? അത് നല്ല ചോദ്യം. എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. ഇവിടുത്തെ കാര്യങ്ങൾ എവിടം വരെ എത്തിയെന്ന് അറിയാഞ്ഞിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. അതുകൊണ്ടാ ഓടി ഇങ്ങ് വന്നത്. പ്രസാദേട്ടനെ വിളിച്ചിരുന്നോ? പ്രസാദേട്ടൻ ഉടനെ എത്തും. ഇന്നു മുതൽ നീ എന്റെ മകളാണ്. പഴയ ദേഷ്യമോ പകയോ വിരോധമോ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചേക്കണം. ഇനി മുതല് നമ്മൾ ഒന്നാ. ഇവിടെ ആർക്കും ചേച്ചിയോട് ഒരു വിരോധവും ഇല്ല. ഇത്രയൊക്കെ ചേച്ചി ചെയ്തെന്നല്ലേ. പ്രസാദേട്ടന്റെ എതിർപ്പ് കാരണം ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന വിവാഹ ദുർഗേച്ചി കാരണം ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന്റെ നന്ദിയും കടപ്പാടും ഞങ്ങൾക്ക് ചേച്ചിയോട് ഉണ്ടാവും. ഇതിൽ കടപ്പാടും നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല പ്രിയ. എല്ലാം തുളസി ഉടനെ എത്തും. കുറച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ മോതിരങ്ങൾ കൈമാറുകയും ചെയ്യും. അതിനു മുമ്പ് പ്രസാദ് ഇവിടെ എത്തും. അതിന് പ്രസാദങ്ങൾ ഈ വിവാഹത്തിന് സപ്പോർട്ടാ. ആര് പറഞ്ഞു? അത് അങ്കിളും ആന്റിയും ചേർന്നല്ലേ എല്ലാം തീരുമാനിച്ചത് എന്ന് ദുർഗ പറയുന്നു. പക്ഷേ അങ്കിളിനെ അറിയില്ലേ ഇന്ന് ആദ്യത്തെ തുളസിയുടെ എൻഗേജ്മെന്റ് നടക്കുന്ന കാര്യം? ഞാൻ പ്രസാദിനെ പലതവണ വിളിച്ചു. അപ്പോഴൊക്കെ അവൻ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. അതെന്തിനായിരിക്കും മാമൂസേ? ദുർഗയ്ക്ക് പോലും അറിയാൻ പാടില്ലാത്തതെന്തോ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട്
നീ പ്രതീക്ഷ കൈവിടരുത്. എന്നാലും മാമൂസേ, എന്തിനായിരിക്കും ദുർഗാന്റി ഈ ലാസ്റ്റ് മിനിറ്റിൽ എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞതല്ലേ അവസാന നിമിഷം വരെ പ്രതീക്ഷ കൈവെടിയരുതെന്ന്. എനിക്ക് കാണാൻ വയ്യ മാമൂസേ ആദ്യേട്ടനും തുളസിയും തമ്മിലുള്ള എൻഗേജ്മെന്റ്. എല്ലാം അവസാനിച്ചു മാമൂസേ. വേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇനിയെങ്കിലും ഞാൻ പറയുന്നൊന്ന് അനുസരിക്കും. നമുക്ക് തിരിച്ചു പോവാം. ഇനി ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് തിരിച്ചു പോകണോന്നാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷേ ഇത്രയും സമയം നീ എനിക്ക് വേണ്ടി കാത്തു നിന്നില്ലേ? കുറച്ച് സമയം കൂടി നീ എനിക്ക് തരണം. മംഗളെ ആരാണെന്ന് ഇവിടെയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള കുറച്ച് സമയം. അവരെത്തി. ആ വന്നല്ലോ. കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. അപ്പോ ദുർഗേച്ചി പറഞ്ഞതെല്ലാം സീരിയസ് ആയിട്ടായിരുന്നോ? ഇവിടെ നടക്കാൻ പോകുന്നത് ശരിക്കും ആദ്യം തുളസിയും തമ്മിലുള്ള വിവാഹ നിശ്ചയമാണോ? എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ ഭഗവാനെ. വരൂ വരൂ. അതെ, നിങ്ങൾ ദുർഗേച്ചിയോട് പോയി പെണ്ണിന്റെ വീട്ടുകാർ വന്നു പറ. അപ്പോഴേക്ക് നീ ഞങ്ങളെ പെൺവീട്ടുകാരാക്കി കളഞ്ഞല്ലോ. അല്ല, ഇത് നിങ്ങളുടെ വീടാണെങ്കിലും കല്യാണവും നിശ്ചയവും ഒക്കെ ആവുമ്പോഴേ ആൺ വീട്ടുകാർ പെൺ വീട്ടുകാർ എന്നൊക്കെ പറയുന്നതല്ലേ അതിന്റെ ഒരു ശരി. ശരി ശരി. വാ, എത്തിയല്ലോ രാജകുമാരി. എല്ലാരും എന്താ ലേറ്റ് ആയത്? വണ്ടി എത്താൻ കുറച്ച് വൈകി. ഒന്ന് വിളിച്ചു പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ ഇവിടുന്ന് കാർ അയക്കുമായിരുന്നില്ലേ? എന്തായാലും സമയത്തിന് തന്നെ എത്തിയല്ലോ. പ്രസ എത്തിയോ? പ്രസാദേട്ടൻ വന്നോണ്ടിരിക്കുക. അയ്യോ, ഇതുവരെ എത്തിയില്ലേ? ഇങ്ങനെ ടെൻഷൻ ആവാൻ മാത്രമൊന്നുമില്ല. പ്രസാദേട്ടൻ ഇപ്പൊ വരും. നിങ്ങൾ കയറി ഭാഗത്തോട്ട്. ആന്റി, മോനെ, നിനക്ക് സന്തോഷായില്ലേ? ഇവൻ മാത്രമല്ല, തുളസിമോക്ക് സന്തോഷമായി കാണും. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ദൈവമായിട്ട് തന്നെ അവരെ ഒന്നിപ്പിക്കുക. ദൈവമല്ല, ദുർഗേച്ചിയാ ഇവരെ തമ്മിൽ ഒരുമിപ്പിക്കുന്നത്. അതെ ചേച്ചി. പ്രസയുടെ എതിർപ്പിൽ ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയിരുന്നു. അതൊക്കെ അപ്പോഴത്തെ ഓരോരോ തോന്നലല്ലേ. എന്തായാലും പ്രസാദേട്ടൻ ഇപ്പൊ അങ്ങനെ ഒരു തോന്നലും ഇല്ല. ആ, അച്ഛനെ ഞാൻ വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. വണ്ടിയിലായിരിക്കും. അതല്ലെങ്കിൽ ഇവിടെ എത്താറായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും എടുക്കാത്തത്. അവനിപ്പോ ഇങ്ങെത്തും. ചടങ്ങ് തുടങ്ങുമ്പോഴേക്കും പ്രസാദേട്ടൻ എത്തും. അതിനെന്താ ഇത്ര ഉറപ്പ്? ഏതിന്? ചടങ്ങ് തുടങ്ങുമ്പോഴേക്കും പ്രസാദ് എത്തുമെന്ന് നീ ഈ കാര്യം പ്രസാദിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? പിന്നെ പറയാതെ. പ്രസാദിനോട് പറയാതെ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനം എടുക്കുവോ? യോ, എന്റെ നാത്തൂ മകനെ വിളിച്ച് ഇന്നത്തെ വിവാഹത്തിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ച
എന്താ ഇവിടെ നടക്കുന്നത്? ഇതെന്താ ഏട്ടൻ ഇങ്ങനെ ചോദിക്കുന്നത്? മക്കള് തമ്മിലുള്ള വിവാഹ നിശ്ചയല്ലേ നടക്കുന്നത്? അതെ, അതിന്റെ റിംഗ് എക്സ്ചേഞ്ച് തുടങ്ങാൻ പോവാ. തക്ക സമയത്ത് തന്നെ പ്രസാദേട്ട എത്തിയല്ലേ? അയ്യോ അയ്യോ പ്രസാദേ, ആരോട് ചോദിച്ചടാ ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചത്? അച്ഛൻ എന്താ ഈ കാണിച്ചത്? ഞാൻ തുളസിയുടെ വിരലിൽ അണിയിക്കാൻ വെച്ചിരുന്ന മോതിരം അച്ഛനെടുത്ത് എറിഞ്ഞ്. എന്റെ സമ്മതം ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. ദുർഗേ, അയ്യോ പാവം, പ്രസാദിന് ഒന്നും മനസ്സിലായിട്ടില്ല. പ്രസാദേ, നിന്റെ മോന്റെയും തുളസിയുടെയും കല്യാണം നിശ്ചയോ? ഒരു കല്യാണ നിശ്ചയം? കാണിക്കുന്നത് നിശ്ചയം മുടങ്ങിയാൽ പെണ്ണിന് പിന്നെ ഈ ജന്മ വിവാഹം ഉണ്ടാവില്ല. ഇങ്ങനെ തന്നെ നല്ല നിശ്ചയം. അച്ഛാ, ക്ഷണിച്ചു വരുത്തിയാരെ അധിക്ഷേപിക്കാണോ അച്ഛാ? ഇവരൊക്കെ ക്ഷണിക്കാൻ നിന്നോടാണോ പറഞ്ഞേ? അവനോട് എന്തിനാ ഈ കിടന്ന് ദേഷ്യപ്പെടുന്നത്? എന്റെ സമ്മതം ഇല്ലാതെ ഇവരുടെ കല്യാണ നിശ്ചയം നടത്താൻ തന്നോടാണ് പറഞ്ഞത്. എന്റെ വിവാഹ നിശ്ചയമല്ലേ, അതിനെ എന്റെ സമ്മതം തന്നെ ധാരാളമാണ്. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും അമ്മ തീരുമാനിച്ചുറപ്പിച്ച ഞങ്ങളുടെ കല്യാണ നിശ്ചയം ഇവിടെ നടന്നിരിക്കും. അധിക പ്രസംഗം പറയുന്നോടാ, അതിന് മാത്രം വളർന്നോ നീ? ആ വളർന്നു. ആദ്യം ഇനി തൊട്ടുപോരുത്. നീ ആരടി? ആദ്യം വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് ഞാൻ. വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ? വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. ഇവൻ എന്റെ മകനാ. ഇവനെ ഒരു ഭിക്ഷക്കാരിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലും നിന്നെ കിട്ടാൻ സമ്മതിക്കില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാരും കൂടെ എന്തിനാ എന്റെ കുട്ടിയെ മോഹിപ്പിച്ചു? പ്രസാദേട്ടന്റെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാ. താൻ എന്നെ കൂടുതൽ മനസ്സിലാക്കിക്കണ്ട. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഞാനിത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ആദ്യം തുളസിയെ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം കഴിച്ചേന്. എന്നിട്ട് അവളുടെ കൈയും പിടിച്ച് ആദ്യം ഈ വീട്ടിലേക്ക് കയറി വരുമായിരുന്നു. അത് പ്രസാദേട്ടന് അംഗീകരിക്കാൻ കഴിയുമായിരുന്നു? അങ്ങനെ ആദ്യ തുളസിയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ പാപഗ്രഹങ്ങളുടെ ശാപമേറ്റ് പ്രിയ മരിച്ചു വീണേന്. ഇപ്പോ ആംബുലൻസിൽ അവളെ കൊണ്ടുപോയത് ആശുപത്രിയിലേക്കാ. അല്ലായിരുന്നെങ്കിൽ ശവമഞ്ചലിൽ കിടത്തി ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നേനെ പ്രസാദേട്ടന്റെ അനിയത്തിയെ. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ പ്രിയ രക്ഷപ്പെടും, അതെനിക്ക് ഉറപ്പാ. പ്രസാദേട്ടന്റെ അനിയത്തിയുടെ ജീവനെ കുറിച്ച് മാത്രം ആലോചിച്ച് വേവലാതിപ്പെട്ടാ മതി. പക്ഷേ എനിക്കങ്ങനെയല്ല. എനിക്ക് പ്രസാദേട്ടനെ കുറിച്ചുകൂടി ചിന്തിക്കണം.
പ്രസാദേട്ടന്റെ ജീവനെക്കുറിച്ചും പ്രിയയുടെ ജീവനെക്കുറിച്ചും ടെൻഷൻ അടിക്കാൻ ഞാനേ ഉള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്നെ വിശ്വാസം വരുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, ഇത്രയും വർഷം കൂടെ കഴിഞ്ഞിട്ടും വിശ്വാസമാണോ വഞ്ചനയാണോ ഞാൻ പ്രസാദേട്ടനോട് ചെയ്തതെന്ന് വ്യക്തമല്ലെന്ന്. ആ അവ്യക്തത ഒഴിവാക്കിയേക്ക്. എന്നെ ഒരു വഞ്ചകയായിട്ട് തന്നെ കരുതിക്കൊള്ളൂ. എനിക്ക് പ്രസാദേട്ടനെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. മനസ്സിലാക്കിക്കാൻ പറ്റില്ല. അത്രയ്ക്കുള്ള സാമർഥ്യമേ ഈ ദുർഗയ്ക്കുള്ളൂ. എന്റെ ഭഗവാനെ, എന്റെ പ്രിയമോൾക്ക് ആപത്തൊന്നും വരുത്തരുതേ. അവളെ കാത്തു രക്ഷിക്കണേ ഈശ്വര. അവരുടെ എല്ലാ മുഖത്തും നമ്മൾ എങ്ങനെ നോക്കുവച്ചാ? എല്ലാം നമുക്ക് സഹിക്കാം. സഹിച്ചല്ലേ പറ്റൂ. അച്ഛന്റെ ഈ ആദർശവും പാവത്തിലും ഒക്കെ തന്നെയാ മാമന് ഇത്രയും ധൈര്യം കൊടുത്തത്. അച്ഛനൊന്ന് സ്ട്രോങ് ആയി നിന്നിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പ്രകടനം പ്രസാദ് മാമൻ അവിടെ നടത്തില്ലായിരുന്നു. അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് ആലോചിക്കാം. അച്ഛൻ പറഞ്ഞതുപോലെ മനസ്സ് പിടിവിട്ടു പോകുന്നു. മോള് തളരരുത്. നമ്മൾക്ക് നമ്മളെ ഉള്ളൂ. അത് മോൾക്കിന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി അച്ഛാ. ആ ഒരു ചിന്ത മനസ്സിലെപ്പോഴും വേണം. അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യണം. മറ്റെല്ലാം തൽക്കാലം നമുക്ക് മറക്കാം.
നക്ഷത്രവിധി പ്രകാരം ഇവർ ഒന്നിച്ചാൽ വധുവിന്റെ അമ്മയ്ക്ക് മരണം സംഭവിക്കും. ആദ്യം വല്ലാത്ത ദേഷ്യത്തിലാ. അതിനവനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഞാനും ആ നിസ്സഹായാവസ്ഥയില. പ്രിയെ കാണാൻ പറ്റുന്നിട്ട് വല്ലാത്തൊരു ടെൻഷൻ. പ്രസാദേട്ടന് വേണമെങ്കിൽ അവളെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണാലോ. എന്റെ മനസ്സ് മുഴുവൻ അവിടെ അവൾക്കൊപ്പോ. എന്റെ പ്രാർത്ഥന മുഴുവൻ അവൾക്ക് വേണ്ടിയാ. വാശിയൊക്കെ ഒഴിവാക്കി അവളെ ഒന്ന് ചെന്ന് കാണരുതോ പ്രസാദേട്ടാ? വാശി? എനിക്ക് അവളോട് ഒരു വാശിയില്ല. സഹതാപം മാത്രമേ ഉള്ളൂ. പിന്നെ കുറ്റബോധം. എല്ലാം അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ? ആ സ്നേഹം അവൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുമില്ല. അവൾക്കെന്നല്ല, ആർക്കും അത് തിരിച്ചറിയാൻ പറ്റില്ല പ്രസാദേട്ടാ. ആരെയോ അത് ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് നിർബന്ധമില്ല. തിരുമേനിയുടെ പ്രവചനം എത്രമാത്രം ഗൗരവമുള്ളതായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ശരിക്കും വിവാഹം നിശ്ചയിക്കാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും പ്രിയ ബോധം കെട്ടു വീണു. ആ സ്ഥിതിക്ക് വിവാഹം നടന്നാലത്തെ സ്ഥിതി എനിക്ക് ഓർക്കാൻ പോലും വയ്യ. എടോ, തിരുമേനി പറഞ്ഞ ആ കാര്യത്തിൽ മാറ്റമില്ല. അതുകൊണ്ടാ ആദ്യം തുളസിയുമായിട്ടുള്ള വിവാഹം നടക്കരുതെന്ന് ഞാൻ വാശി പിടിക്കുന്നത്. ആരുടെയൊക്കെ വെറുപ്പും ശാപവും സമ്പാദിച്ചിട്ടാണെങ്കിലും ആ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആദ്യം തുളസിയും അവരെ എന്ത് പറഞ്ഞു തടയും? എന്ത് പറഞ്ഞ് തടയുമെന്നല്ല, എന്ത് ചെയ്ത് ഞാൻ അവരുടെ വിവാഹം മുടക്കിയിരിക്കും. എല്ലാം അവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നെന്ന് അവരെ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും. അമ്മയോ? പേരക്കുട്ടികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നത് സ്വപ്നം കണ്ട് കഴിയുന്ന ആ അമ്മയെ പ്രസാദേട്ടൻ എന്തു പറഞ്ഞാ മനസ്സിലാക്കാൻ പോന്നെ? എനിക്കറിയില്ല ദുർഗ. എന്തായാലും പ്രിയ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് സുഖം പ്രാപിച്ചു വരട്ടെ. അത് കഴിഞ്ഞിട്ടാവാം നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. പ്രിയ തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം പ്രസാദേട്ടാ. തിരുമേനിയെ ഒന്നുകൂടെ ചെന്ന് കണ്ടാലൊന്ന് ആലോചിക്കായിരുന്നു ഞാൻ. പറ്റുമെങ്കിൽ എങ്കിൽ ഒരാൾ പോയി കണ്ടിട്ട് വരൂ. മോള് പോയി കണ്ടിട്ടോ? അതാ നല്ലത്. സാറ് വളരെ ഇമോഷണലാ. ഞാൻ കണ്ടിട്ട് വരാച്ചാ. പ്രിയയുടെ മനസ്സിന് കാര്യമായി ഷോക്കേറ്റിട്ടുണ്ട്. അതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. സൂക്ഷിക്കണം. ഇനി ഇങ്ങനൊരു ഷോക്ക് ഉണ്ടാവാതെ നോക്കണം. സത്യം പറയ്, എന്താ പ്രിയക്ക് സംഭവിച്ചത്? അത് എന്താണെങ്കിലും പറയൂ. വക്കീലിനോടും ഡോക്ടറോടും ഒന്നും മറച്ചു വെക്കരുതെന്ന് അറിയില്ലേ? അത് പിന്നെ തുളസിയുടെ എൻഗേജ്മെന്റ് ആയിരുന്നു. പെട്ടെന്ന് അത് മുടങ്ങി. അത് പ്രിയക്ക് താങ്ങാൻ പറ്റിയില്ല. അത്രേ ഉണ്ടായിട്ടുള്ളൂ? അത് എല്ലാം പറയൂ. പറയാം. പേടിച്ചു പോയ എന്റെ മോള്. ഇപ്പൊ ബുദ്ധിമുട്ടൊന്നും തോന്നില്ലല്ലോ? എന്നെ ദൈവത്തിനും വേണ്ടെന്ന് തോന്നുന്നു. അനുഭവിക്കാൻ ഇനി ഒരുപാടുണ്ടാവും. അതുകൊണ്ടാവും കൊണ്ടുപോകാതിരുന്നത്. വേണ്ട,
വേണ്ടാത്തതൊന്നും പറയല്ലേ അമ്മ. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ആര് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ലെന്ന്? എന്നിട്ടാണോ ബോധമായിട്ട് വീണു പോയത്? ഡോക്ടർ പറഞ്ഞല്ലോ അമ്മയ്ക്കിപ്പോ ഒരു കുഴപ്പമില്ലെന്ന്. അതൊക്കെ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. അല്ല, ഞാനും അച്ഛനും എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് ചോദിച്ചു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു പ്രിയയുടെ എല്ലാ അസുഖവും മാറിയെന്ന്? പറഞ്ഞു. എന്നാ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാലോ. എന്നെ എന്തിനാ ഇവിടെ ചങ്ങല കിട്ടതുപോലെ കിടത്തിയിരിക്കുന്നത്? അല്ല, ചേട്ടൻ എവിടെ? അച്ഛൻ പുറത്തുണ്ട്. അച്ഛനെന്നെ കാണണ്ടേ? ഡോക്ടറോട് സംസാരിക്കുക. ഇനി അസുഖത്തിന്റെ വിത്തും വേരും ഒക്കെ ചോദിച്ചറിഞ്ഞാലേ എന്റെ അച്ഛന് സമാധാനാവും. എന്റെ മോള് ഒന്നുകൊണ്ട് സങ്കടപ്പെടരുത്. എന്താ അമ്മേ? എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ നാണം കെട്ടു പോയില്ലേ മോളെ? അമ്മ ഇപ്പോഴും അതും ആലോചിച്ചോണ്ടിരിക്കുകയാണോ? ഈ ജന്മം അത് മറക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂ. എന്താ പറ്റാത്ത? ഞാനൊക്കെ എപ്പോഴും മറന്നു. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നീ കളവ് പറയണ്ട. ഞാൻ എന്തിനാ എന്റെ അമ്മയോട് കള്ളം പറയുന്നേ? ആദ്യമോനും ഒരുപാട് വിഷമായിട്ടുണ്ടാവും. എത്ര പ്രതീക്ഷയോടെ വിവാഹത്തിന് തയ്യാറായവര് നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് എല്ലാ സന്തോഷവും തല്ലിക്കെടുത്തി കളഞ്ഞില്ലേ? അമ്മയ്ക്ക് വേറൊന്നും പറയാനില്ലേ? ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമൊന്നും അല്ല വിവാഹം. ഒരു കണക്കിന് ഈ വിവാഹ നിശ്ചയം മുടങ്ങിയത് നന്നായിന്നാ ഞാൻ വിചാരിക്കുന്നത്. അതെന്താ നീ അങ്ങനെ പറയുന്നത്? മാമന്റെ തനി സ്വരൂപം കാണാൻ പറ്റിയല്ലോ. കല്യാണ ദിവസമായിരുന്നു മാമൻ ഇങ്ങനെ പെരുമാറിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇപ്പൊ വളരെ കുറച്ചു പേരെ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. കല്യാണ ദിവസമായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ നാണം കിട്ടേനെ നമ്മള്. അതെ, നീ പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ പറഞ്ഞതിലേ കാര്യമുള്ളൂ. അതുകൊണ്ട് അമ്മ വേണ്ടാത്ത ചിന്തകളൊക്കെ വിട്ട് മറ്റെന്തെങ്കിലും ആലോചിക്കാം. അധിക സമയം സംസാരിപ്പിക്കണ്ട. ഞങ്ങള് സംസാരിച്ചൊന്നുമില്ല. ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. ഞാൻ പോയിട്ട് പിന്നെ വരാം. നീ ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? പ്രിയാന്റിയുടെ അവസ്ഥ എന്താന്ന് ഫോൺ ചെയ്ത് ചോദിച്ചിരുന്നോ? പ്രിയാന്റിയുടെ അവസ്ഥ എന്താണെന്ന് പോയി കാണാനുള്ള സമയം പോലും അച്ഛനില്ലല്ലോ. അവൾ അത്രമാത്രം സീരിയസ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ലെങ്കിലും അച്ഛൻ എന്താ അറിയുന്നേ? സ്വന്തം അനിയത്തി അറിയില്ല, അനിയത്തിയുടെ അസുഖത്തെക്കുറിച്ച് അറിയില്ല, തുളസി അറിയില്ല. എന്തിന്? സ്വന്തം മകനായി എന്നെ പോലും അച്ഛൻ അറിയില്ലല്ലോ. നീ പറയുന്നത് എന്തും കേൾക്കാൻ അച്ഛൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ഒഴുക്കമട്ടില് കുറ്റസമ്മതം നടത്തിയ കഴിഞ്ഞല്ലോ അച്ഛന്റെ ഉത്തരവാദിത്വം. നീ തുളസി ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. ആന്റിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാലോ. എനിക്ക് മനസ്സില്ലെങ്കിലോ? അത്ര വേദന ഉണ്ടെങ്കിലേ അച്ഛൻ തന്നെ വിളിച്ച് ചോദിക്കേ. ചോദിക്കില്ല, എനിക്കറിയാം. അതിനുള്ള ധൈര്യമേ അച്ഛൻ തന്നെ കൊണ്ടുപോയി കളഞ്ഞു. പ്രിയാന്റിക്ക് എന്തെങ്കിലും സംഭവിച്ച സ്വന്തം അനിയത്തെ കൊലയ്ക്ക് കൊടുത്തവനാണ് ACP കൃഷ്ണപ്രസാദ് എന്ന് നാളെ നാട്ടുകാർ പറഞ്ഞു നടക്കും. എടാ, എന്താ പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ലേ? സ്വന്തം മകന്റെ വിവാഹ നിശ്ചയം മുടക്കിയിട്ട് ആളായി നടക്കുന്നു. നാണയില്ല അച്ഛന് എന്നോട് ആന്റിയുടെ അസുഖ വിവരം അന്വേഷിക്കാൻ പറയാൻ? അത് എല്ലാരും കൂടെ എന്നെ തടഞ്ഞപ്പോ അമ്മയാ പറഞ്ഞത് അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. ഇനി ആ കുറ്റേ അമ്മയുടെ തല ചാരിക്കും. അവനവനെ രക്ഷിക്കാൻ കഴിയാതാവുമ്പോ എല്ലാ കുറ്റവും മറ്റുള്ളവരുടെ ചുമലിൽ ചാരി രക്ഷപ്പെടുന്ന തന്ത്രം കൊള്ളാം. പാവം എന്റെ അമ്മയെങ്കിലും വെറുതെ വിട്ടേക്ക്. ആ അമ്മയെ ഓർത്തുകൊണ്ട് മാത്രമാ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് തന്നെ. അല്ലെങ്കിലേ ഞങ്ങളുടെ എൻഗേജ്മെന്റ് മുടക്കിയ ആ നിമിഷം
തുളസിയുടെ കൈയും പിടിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. മക്കളുടെ ശാപേ അച്ഛനമ്മമാർക്ക് ഏൽക്കില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ ഏൽക്കുമെങ്കിൽ ഒരു 100 വട്ടം എന്റെ മനസ്സില് ഞാൻ നിങ്ങളെ ശപിച്ചു കഴിഞ്ഞിരിക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ കിട്ടുന്ന ട്രീറ്റ്മെന്റ് തന്നെയാ അവരെ വേറെ എവിടെ കൊണ്ടുപോയാലും കിട്ടുക. ഡോക്ടർ, എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം. എന്റെ അനിയത്തിയെ ഡോക്ടർ രക്ഷപ്പെടുത്തി തരണം. കാശല്ലല്ലോ വിഷയം. പ്രിയയ്ക്ക് മനസമാധാനത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. അവരെ വേദനിപ്പിക്കാതെ നോക്കുക. നിങ്ങൾ അത്രമാത്രം ചെയ്താൽ മതി. കാശിന് മുകളിൽ നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടത് സ്നേഹമാണ്. മരുന്നിനേക്കാൾ അവർക്ക് ആവശ്യവും അതുതന്നെയാ. ഇതുപോലൊരു ഷോക്ക് ഇനി പ്രിയയ്ക്ക് ഉണ്ടാവരുത്. ഉണ്ടായാൽ എത്ര കാശുണ്ടെന്ന് പറഞ്ഞാലും മെഡിക്കൽ സയൻസിന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ ഡോക്ടർ, താങ്ക് യു. താങ്ക് യു. ആദ്യേട്ടന് എവിടേക്കെങ്കിലും പോവാൻ വേണ്ടി റെഡിയാവാണ്. ഇതെന്താ? ഇത് ബെഡ് കോഫി. അമ്മയും സുലുവാന്റി ഒന്നും ഇല്ല ഇവിടെ. ആ അതെന്താ? ഞാൻ കൊണ്ടുവന്ന ആദ്യേട്ടൻ കുടിക്കില്ലേ? നീ അവിടെ വെച്ചേ. എന്തിനാ ആദ്യേട്ടൻ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എല്ലാത്തിനും കാരണക്കാരൻ നീയാ. നീ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായത്. എന്നെ വഴക്ക് പറയല്ല ആദ്യേട്ടാ. നീ ഈ വീട്ടിൽ നിന്ന് പോയി തരാവോ? അതിനും നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തരാം, പ്ലീസ്. ആദ്യേട്ടാ, ഞാനൊരു ശല്യമാണോ ആദ്യേട്ടന്? ആ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? ആദ്യേട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. സ്നേഹിക്കുന്നവരോട് ഇങ്ങനൊന്നും പറയാൻ പാടില്ല ആദ്യേട്ടാ. സ്നേഹം? നിന്റെ സ്നേഹം കാരണേ എനിക്ക് എന്റെ ലൈഫ് തന്നെ ഇല്ലാതായിരിക്കുക. ആന്റി വിഷമിക്കാതിരിക്കെ, അതാണ് ഞങ്ങളുടെ സന്തോഷം. അതെ, അമ്മ സന്തോഷത്തോടെ ഇരുന്ന മാത്രം മതി ഞങ്ങൾക്ക്. ഞങ്ങളുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞതല്ലേ? കുടുംബക്ഷേത്രത്തിലെ സ്വയംവര പൂജയോടെ ദൈവങ്ങൾ അത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ആർക്കും അതിനെ തടയാൻ കഴിയില്ല. തടഞ്ഞാലും ഈശ്വരന്മാർ നിശ്ചയിച്ച വിവാഹം നടക്കാതിരിക്കില്ല. പിന്നെ എന്തിനാ ആന്റി ടെൻഷൻ അടിക്കുന്നത്? ദൈവം നിശ്ചയിച്ചത് ഉറപ്പായിട്ട് നടക്കും. ആദ്യം തുളസിയായിട്ടുള്ള വിവാഹം ദൈവം നിശ്ചയിച്ചു കഴിഞ്ഞു. അത് അന്ന് അവിടെ കൂടി എല്ലാവരും അറിയുകയും ചെയ്തു. ആ വിവാഹം നടക്കുകയും ചെയ്യും. സന്തോഷം. പറയുന്നത് കേൾക്കുമ്പോ മനസ്സിന് എന്തെന്നില്ലാത്തൊരാശ്വാസം. ഒരു തണുത്ത കാറ്റ് നെഞ്ചി തട്ടിയതുപോലെ. മകൻ അവന്റെ തലോടലേറ്റ് ഇങ്ങനെ മരിക്കണോ? എനിക്ക് ഭാഗ്യം ചെയ്തൊരു ജന്മം തന്നെ എന്റേത്. ഈശ്വര, സുലു, ദുർഗേച്ചത് കണ്ടോ? 45-കാരി 23-കാരന്റെ കൂടെ ഒളിച്ചോടിയെന്ന്. എന്താ അല്ലേ? നീ ആദ്യം കണ്ടോ? ഏയ്,
ഇത് അവനൊന്നും ആയിരിക്കില്ല. ഇത് മലപ്പുറത്തുള്ള ഏതോ പയ്യന്റെ കൂടെയാ. ഓ, നീ ആദ്യം പുറത്തേക്ക് എങ്ങാനും പോകുന്നത് കണ്ടോന്നാ ചോദിച്ചത്. ഇപ്പൊ നോക്കിയാലും ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നോളും. അത് ആദ്യം മുകളിലില്ലേ? ഇപ്പൊ അവിടെ ഇല്ല, അതുകൊണ്ടാ ചോദിച്ചത്. പുറത്തേക്കൊന്നും പോകുന്ന ഞാൻ കണ്ടില്ല. ആ, എങ്ങനെ കാണും? ശ്രദ്ധ മുഴുവൻ ഫോണിലല്ലേ. അതും കണ്ടോണ്ടിരിക്കുന്നത് ഒളിച്ചോട്ടവും ഡിവോഴ്സ് കാര്യങ്ങളും. നല്ല ഒന്നും കാണില്ലല്ലോ. ആദ്യം കാണാത്തതിന് ദുർഗേച്ചി എന്തിനാ എന്നോട് ചൂടാവുന്നേ? നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ ഞാൻ കണ്ടോണ്ടിരുന്നത്. നാട്ടിൽ ഇത് മാത്രമല്ല, പല നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതൊന്നും നീ കാണുന്നില്ലല്ലോ. ഓ പിന്നെ, നാട്ടിൽ എന്ത് നല്ല കാര്യ ചേച്ചി നടക്കുന്നേ? സൊമാലിയയിൽ വീണ്ടും പട്ടിണി മരണം, ചൊവ്വയിലേക്ക് വീണ്ടും ഉപഗ്രഹം വിക്ഷേപിച്ചു. അതൊക്കെ തന്നെയല്ലേ? അതിനെല്ലാം കൂടെ ഒരു 1K വ്യൂവേഴ്സേ ഉള്ളൂ. എന്നാലേ ഇതിന്റെ വ്യൂവേഴ്സ് ചേച്ചി ഒന്ന് നോക്കിക്കേ, 40-50Kയാ. ഭയങ്കരം. കളിയാക്കൊന്നും വേണ്ട, അത് ഭയങ്കരം തന്നെയാ. ആദ്യ ഹോസ്പിറ്റലിലേക്ക് എങ്ങനും പോയോന്ന് എന്റെ സംശയം. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ചേച്ചി. അവൻ അവന്റെ റൂമിൽ ഇല്ലെങ്കിലേ ഹോസ്പിറ്റലിൽ പ്രിയയുടെ റൂമിൽ കാണും. ഇന്നലെ രാത്രി ഉറക്കമില്ലാതെ ബാൽക്കണിയിലൂടെ ഒലത്തുന്ന കണ്ടായിരുന്നു. ഉലാത്തുകയാണോ? ആ, ഈ രാജാക്കന്മാരൊക്കെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന് അങ്ങനെയല്ലേ പറയാ? ആദ്യം ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകാൻ സമ്മതിക്കരുതായിരുന്നു. ചേച്ചി സമ്മതിക്കാതിരുന്ന ആദ്യം പോവാതിരിക്കുന്നു തോന്നുന്നുണ്ടോ? എന്തെങ്കിലും പറഞ്ഞ് അവനെ തടയണമായിരുന്നു. എന്ത് പറയാൻ? ചേച്ചി സ്ഥിരം പറയുന്ന സെന്റിമെന്റ്സ് തന്നെയാണോ? പ്രസാദ് സാറിന് വിഷമാവും, പ്രസാദ് സാറിന്റെ നെഞ്ചിൽ ഇനിയും ഓപ്പറേറ്റ് ചെയ്യാതെ കിടക്കുന്ന വെടിയുണ്ട എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കും. കേട്ട് കേട്ട് എനിക്ക് തന്നെ അതൊന്ന് പൊട്ടിത്തെറിച്ചാൽ മതിയെന്നായിട്ടുണ്ട്. സുലു, സോറി ചേച്ചി, ഞാൻ പറഞ്ഞപ്പോ അതൊരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ. കുറച്ച് അതിര് കിടക്കുന്നുണ്ട് നീ. എനിക്കും തോന്നി. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ചേച്ചി, സോറി. ആദ്യം ഇനിയും പ്രിയയായിട്ട് അടുക്കുന്നത് നല്ലതല്ല. അവൻ പെട്ടെന്ന് സെന്റിമെന്റ്സിൽ വീണുപോകുന്ന ഇനവാ. അതുകൊണ്ട് അവനെ തടയണം. തുളസിയുമായിട്ടോ പ്രിയയുമായിട്ടോ ഇനി അവന് ഒരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവാൻ സമ്മതിക്കില്ല ഞാൻ.